ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. ചെമ്പനീർ പൂവ് സീരിയലിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു പ്രൊമോ റിവ്യൂ ലൈക്ക് അടിച്ചിട്ട് കാണാനായിട്ട് ശ്രമിക്കുന്ന കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതിനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. രവിയേട്ടനായിട്ട് ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വായോ, അപ്പോഴേക്കും ഞാൻ എന്തായാലും ഈ മുത്തശ്ശിനെയും കൊച്ചുമോനെയൊക്കെ പറഞ്ഞു വിടാം, നിങ്ങൾ കുറച്ച് വൈകി വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു വിടുകയാണ്. ചന്ദ്രമതിയാണെങ്കിൽ പോയിട്ട് രവിയേട്ടനോട് പറയണേ, രവിയേട്ട ക്ഷേത്രത്തിലേക്ക് എൻ്റെ കൂടെ ഒന്ന് വായോ എന്ന് പറയുന്ന സമയത്താണ് രവിയേട്ടൻ ചോദിക്കണം, നീ എന്താ പെട്ടെന്ന് വന്നൊരു ക്ഷേത്രത്തിലേക്ക് വിളിക്കുന്നത്? അത് പിന്നെ രവിയേട്ട കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, രവിയേട്ടൻ്റെ പേരിലും സുധിയുടെ പേരിലും ഞാൻ കുറച്ച് വഴിപാട് നേർന്നുണ്ടെന്ന് പറയണു. ഓ, നിൻ്റെ വഴിപാടും കാര്യങ്ങളൊന്നും ആവില്ല, ക്ഷേത്രത്തിൽ നിൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ടുള്ള നിൻ്റെ അടവല്ലേ? അല്ലെങ്കിൽ എല്ലാ ഭാര്യമാരും ഇങ്ങനെ തന്നെയാണ്, ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അവർ പയറ്റണ ഒരു അടവാണെന്നൊക്കെ പറയാനുണ്ട് സുഹൃത്തുക്കളെ. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചി ആണെങ്കിൽ രവിയേട്ടനും ചന്ദ്രമതി ഇറങ്ങുന്ന സമയത്താണെങ്കിൽ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, അച്ഛ എവിടേക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ മോനെ നിൻ്റെ അമ്മ ഒരു വഴിപാട് നേർന്നുണ്ട്, കുറച്ച് അകലെയുള്ള ക്ഷേത്രത്തിലാണ്, അപ്പം സുധിയുടെയും എൻ്റെയും പേരിലും വഴിപാടാണ്, അപ്പം ഞാൻ പോകാതെ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയണം. അത് കേട്ട വശം തന്നെയാണെങ്കിൽ സച്ചി പറയാണ്, വഴിപാട് ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് നേരാണ്ട് സുധിയുടെ സ്പെഷ്യലായിട്ട് വഴി അകലെ പോയിട്ടാണോ വഴിപാട് നേരുന്നത്? എന്താ ഇവിടെയുള്ള ഭഗവാനും ഭഗവതിയും ഒന്നും വിളിച്ചാൽ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ കളിയാക്കിയിട്ട് പറയാനുണ്ട് സുഹൃത്തുക്കളെ. പിന്നീടാണെങ്കിൽ നമ്മുടെ സച്ചി അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറി വരികയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ സുധിയുടെ അമ്മയാണെങ്കിൽ ചോദിക്കുകയാണ്, അല്ല മോനിന്ന് ഓട്ടമില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നു, ഓട്ടമൊക്കെ വളരെ കുറവാണ്, അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നു. അല്ല ഇവിടെയുള്ള ആളുകളൊന്നും കാണാനില്ല, അവരൊക്കെ എവിടെയും ചോദിക്കുന്ന സമയത്താണെങ്കിൽ സുധിയുടെ അമ്മ പറയാണ്, അത് പിന്നെ മോനെ ഇവിടെ ആരെയും കാണാനില്ല, ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾക്കായി പോയി എന്ന് പറയുന്നു. എന്നാൽ പിന്നെ എന്തായാലും നന്നായി, എനിക്ക് നിങ്ങളോട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ശ്രുതി ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. ശ്രുതിക്കാണെങ്കിൽ ആകെ മൊത്തം കലി വന്നിട്ട് ശ്രുതി കൂട്ടുകാരിനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയണം. സച്ചി ഇവിടെ ഉണ്ട്, അവൻ പോണില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് കൂട്ടുകാർ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കും, സച്ചിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചാൽ പോരെ, അവനൊരു ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കോൾ ചെയ്യാമെന്ന് പറയുകയാണ്. അങ്ങനെ കൂട്ടുകാർ കോൾ ചെയ്യണം. അപ്പോൾ സച്ചി എന്ത് ചെങ്ങന്നൂരിക്കോ, അയ്യോ അത് വഴിയകലല്ലേ ഓട്ടം എന്നൊക്കെ പറയുന്ന സമയത്താണ് ഈ സുധിയുടെ അമ്മ പറയണം, അയ്യോ മോനെ നീ ആ ഓട്ടം കളയണ്ട, നീ എന്തായാലും പോയിട്ട് വായോ, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ പറഞ്ഞ് അയക്കുകയാണ്. അങ്ങനെ സച്ചി എന്നാൽ ഞാൻ പോയിട്ട് വരാം അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവാണ് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ സുധിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. പിന്നീടാണെങ്കിൽ കാണിക്കുന്ന സുധിയുടെ കൂട്ടുകാരി വീടിൻ്റെ കോണിമ്പെല്ല് അടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് വാതിൽ തുറന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ സുധിയുടെ കൊച്ചച്ഛൻ, അതായത് ആടുബിലാൽ വാതിൽ തുറന്ന വശം തന്നെ ഉള്ളിലേക്ക് കയറുന്നതാണ് കാണിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കോണിമ്പെല്ലിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. വാതിൽ തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ രേവതിയാണ് കേട്ടോ സുഹൃത്തുക്കളെ. രേവതിയാണെന്ന് മനസ്സിലാക്കി ആടുബിലാലാണെങ്കിൽ ആകെ മൊത്തം പരവേശം അടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടാൻ നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.